പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന ദിവസം റോമ 14:8 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതം കർത്താവിനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനിയുള്ള ഓരോ ദിവസവും ഓരോ ദിനവും അത് ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും പറയുവാൻ സാധിക്കണം. അത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ്. ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. എനിക്ക് നിങ്ങൾക്കും പറയുവാൻ സാധിക്കണം, ഞാനും നിങ്ങളും മരിക്കുന്നുവെങ്കിൽ അത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ് പറയുവാനായിട്ട്. ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും ഞാൻ സന്നദ്ധനാണെന്ന് ഏറ്റുപറയുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി കാണുവാൻ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുവാനായിട്ട് ഇടവരുത്തണം. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളായി, ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ സന്നദ്ധരായ മക്കളായി ജീവിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ഒരു ക്രിസ്ത്യാനിയായി ഈ ലോകത്തിൽ വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിച്ചാലും മരിച്ചാലും അതെൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.